ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BSOC 132 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ജൂൺ 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ ടേം ആൻഡ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് സോഷ്യൽ ക്ലാസ്, ഹൗ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം കാസ്റ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇത് ജൂൺ 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് മാത്രമല്ല, സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. പല രൂപത്തിലും വരുന്ന എക്സാംസിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സോഷ്യൽ ക്ലാസ് അല്ലെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും. വാട്ട് ഈസ് സോഷ്യൽ ക്ലാസ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനും, ഹൗ ഈസ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം കാസ്റ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 100 ആണ്. 5 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ടത്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 20 മാർക്സ്. അപ്പം ലെങ്ത് അല്ലെ, ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇവിടെയും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്വസ്റ്റ്യനിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടോ ആ ക്വസ്റ്റ്യൻസിനെ സെപ്പറേറ്റ് ആക്കിയിട്ട് ആൻസർ ചെയ്യുക. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസേഴ്സിനെ എത്ര ക്വസ്റ്റ്യൻസ് ആണ്, ഇവിടെ 2 ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്, അത്രയും പാർട്ടുകളാക്കിയിട്ട് നിങ്ങൾ തിരിക്കൽ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്താണ് ഫസ്റ്റ് question. What is social class? Okay, social class has been defined as a kind of social group that belong to a similar social position. അല്ലെ, അപ്പം സോഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ ഉള്ള ആളുകൾ ബിലോങ് ടു എ സിമിലർ സോഷ്യൽ പൊസിഷൻ. അല്ലെ, ഒരു സിമിലർ സോഷ്യൽ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളുടെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയാ, സോഷ്യൽ ക്ലാസ് എന്ന് പറയാം. അല്ലെ, കുറച്ചും കൂടെ നമ്മൾ അതിനെ ക്ലിയർ ആക്കുകയാണെങ്കിൽ വെൽത്ത്, ഇൻകം, എഡ്യൂക്കേഷൻ ആൻഡ് ഒക്കുപ്പേഷൻ ആർ സം ഓഫ് ദി ബേസിക് ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമിൻ സോഷ്യൽ ക്ലാസ്. അപ്പൊ സോഷ്യൽ ക്ലാസ്സിനെ നമ്മൾ പറഞ്ഞു, സോഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ ഗ്രൂപ്പാണ്, അല്ലെ, ഗ്രൂപ്പിംഗ് ആണ്. റൈറ്റ്. അപ്പൊ ഈ ഗ്രൂപ്പിംഗ് എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ബേസ്ഡ് ഓൺ വെൽത്ത്, ഇൻകം, എഡ്യൂക്കേഷൻ ആൻഡ് ഒക്യുപ്പേഷൻ. അല്ലെ, ഇതിനനുസരിച്ചാണ് ആളുകളെ ഡിഫറെന്റ് ഗ്രൂപ്പുകളാക്കിയിട്ട് തിരിക്കുന്നത്. അപ്പം ഈ ഒരു സോഷ്യൽ ക്ലാസ്സിനെ ഡിറ്റർമിൻ ചെയ്യുന്ന, തീരുമാനിക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് വെൽത്ത് ആണ്, ഇൻകം ആണ്, എഡ്യൂക്കേഷൻ ആണ്, ഒക്യുപ്പേഷൻ ആണ്. ഇപ്പൊ സാധാരണ നമ്മൾ ആളുകൾ ഡിഫറെന്റ് ക്ലാസ്സുകളാക്കി കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. അപ്പർ ക്ലാസ്, അല്ലെ, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ് എന്നിങ്ങനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആളുകളെ ഡിഫറെന്റ് ഗ്രൂപ്പുകളാക്കി കാറ്റഗറൈസ് ചെയ്യാറുണ്ട്, അല്ലെ. അപ്പം ഇവിടെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാറുള്ളത് വെൽത്തിനനുസരിച്ച്, ഇൻകത്തിനനുസരിച്ച്, അവരുടെ എഡ്യൂക്കേഷൻ അനുസരിച്ച്, അവരുടെ ഒക്യുപ്പേഷൻ അനുസരിച്ച് നമ്മൾ അവരെ ഡിഫറെന്റ് ക്ലാസ്സുകളാക്കി തിരിക്കാറുണ്ട്. ഓക്കെ, സോഷ്യൽ ക്ലാസ് ഈസ് റിലേറ്റീവ്ലി ഓപ്പൺ. സോഷ്യൽ ക്ലാസിന്റെ മറ്റൊരു പ്രത്യേകത ഓപ്പൺ ആണ്, അല്ലെ. ഓപ്പൺ മീൻസ് എനിവൺ ക്യാൻ എൻറ്റർ അറ്റ് എനി ടൈം ഇൻ ടു എ സോഷ്യൽ ക്ലാസ്സിലെ. ആർക്ക് വേണമെങ്കിലും എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സോഷ്യൽ ക്ലാസ്സിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും, അല്ലെ. നമുക്കറിയാം, നമ്മളത് ഡിസ്കസ് ചെയ്യാൻ വരുന്ന അടുത്ത ടോപ്പിക് കാസ്റ്റ് ആണ്, അല്ലെ. കാസ്റ്റിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആളുകൾ ഹാർഡ് വർക്കിലൂടെയോ അല്ലെങ്കിൽ ആളുകൾക്ക് അവരുടെ ആഗ്രഹത്തിനനുസരിച്ചൊന്നും ഒരിക്കലും ഒരു കാസ്റ്റിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല, അല്ലെ. എൻട്രി ഓപ്പൺ അല്ല. എന്നാൽ സോഷ്യൽ ക്ലാസ്സിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇത് ഓപ്പൺ ആണ്. എനിവൺ ഹൂ സാറ്റിസ്ഫൈസ് ദി ബേസിക് ക്രൈറ്റീരിയ can become a member. അല്ലെ, ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ക്യാപിറ്റലിസ്റ്റ്, അല്ലെ, ക്യാപിറ്റലിസ്റ്റ്, അതുപോലെ തന്നെ വർക്കിംഗ് ക്ലാസ്, അല്ലെ, എന്ന് നമ്മൾ ഇങ്ങനെ ആളുകളെ 2 ഗ്രൂപ്പുകളാക്കി നമ്മൾ ക്ലാസ്സുകളാക്കി ക്ലാസിഫൈ ചെയ്യാറുണ്ട്, അല്ലെ. അപ്പൊ നമ്മളെടുത്ത് വെൽത്ത് ഉണ്ട്, നമ്മളത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെ, നമ്മുടെ ഹാർഡ് വർക്കിലൂടെ കുറച്ച് വെൽത്ത് ഉണ്ടാക്കി നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മൾ ക്യാപിറ്റലിസ്റ്റ് ആയിട്ട് മാറി, അല്ലെ. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിലോ ഏതെങ്കിലും ഒരു ഫേമിലോ ഒക്കെ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ വർക്കിംഗ് ക്ലാസ് ആയിട്ട് മാറി, അല്ലെ. നമുക്കിത് ഓപ്പൺ ആണ്, ആർക്കും ഏത് ക്ലാസ്സിലും ഹാർഡ് വർക്കിലൂടെയും അച്ചീവ്മെന്റിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ക്ലാസിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഓക്കെ, മറ്റൊന്ന്, ദർ ആർ സെവറൽ ക്ലാസസ് ഇൻ സൊസൈറ്റി, അല്ലെ. നമ്മുടെ സൊസൈറ്റിയിൽ ഡിഫറെന്റ് ക്ലാസ്സുകൾ ഉണ്ട്. നോക്ക് നിങ്ങൾ, ദീസ് ക്ലാസസ് ആർ ഹിയറാർക്കിക്കലി റാങ്ക്ഡ് പ്രൈമർലി ഇൻ ടേംസ് ഓഫ് പ്രൊഫഷൻ, വെൽത്ത് ആൻഡ് ഇൻകം, അല്ലെ. ഇപ്പൊ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുകയാണെങ്കിലും അവിടെ ഒരു ഹെറാർക്കി ഉണ്ട്, അല്ലെ. ഞാൻ പറഞ്ഞു, സൊസൈറ്റിയിൽ ഒരുപാട് ക്ലാസ്സുകൾ ഉണ്ട്. ഈ ക്ലാസ്സുകളെല്ലാം തന്നെ
ഹൈറാർക്കിക്കലി റാങ്ക്ഡ് ആണ് അല്ലെ. ഇപ്പോൾ ഇപ്പൊ നമ്മൾ ഒരു സെറ്റ് ഓഫ് ക്ലാസ്സുകൾ എടുക്കാം, ഒരു ഗ്രൂപ്പ് ഓഫ് ക്ലാസ്സുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ഹൈറാർക്കിക്കലി അറേഞ്ച് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ അപ്പർ ഏതാണ്, മിഡിൽ ഏതാണ്, ലോവർ ഏതാണ്, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്ലാസ്സുകളെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും, ഓർഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നോക്കി ഏതൊക്കെയാണ് എക്സാമ്പിൾസ് നോക്ക് നിങ്ങൾ. ദ ഫോളോയിങ് ആർ സം എക്സാമ്പിൾസ് ഓഫ് സോഷ്യൽ ക്ലാസ് അല്ലെ. സോഷ്യൽ ക്ലാസ്സുകൾക്ക് എക്സാമ്പിൾ ആണ് ജമീന്ദാർ, ജാഗിർദാർ, tenants, artisans, merchants, commercial class, industrial class, ruling class, professional class, അതുപോലെ തന്നെ ട്രേഡേഴ്സ്, ഷോപ്പ് കീപ്പേഴ്സ്, വർക്കിംഗ് ക്ലാസ് അല്ലെ. ഇതൊക്കെ ഡിഫറെന്റ് സോഷ്യൽ ക്ലാസ്സുകൾക്ക് എക്സാമ്പിൾ ആണ്. ഇവരൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈറാർക്കിക്കലി റാങ്ക് ചെയ്യാൻ പറ്റും അല്ലെ. നമ്മുടെ സൊസൈറ്റിയിൽ ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ക്ലാസ്സുകൾ ഉണ്ട് അല്ലെ. ഈ ഒരു ഓരോ ക്ലാസ്സിനെ നമുക്ക് എടുത്താൽ നമുക്ക് ഇവരെ എന്ത് ചെയ്യാൻ പറ്റും, ഹൈറാർക്കിക്കലി അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ സോഷ്യൽ ക്ലാസ്സസ് ആർ ദി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. മറ്റൊരു പ്രത്യേകത, സോഷ്യൽ ക്ലാസിന്റെ മറ്റൊരു പ്രത്യേകത, സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫീച്ചർ ഓഫ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി അല്ലെ. അപ്പൊ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ ഒരു ഫീച്ചറാണ് ഈ സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആണോ, അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കും, ഏതൊക്കെ ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇൻ എ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി വി ഫൈൻഡ് ദ ക്ലാസ് ഓഫ് capitalist and working class among several others. അപ്പോൾ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആണോ, ഇൻഡസ്ട്രീസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സൊസൈറ്റി ആണോ, അവിടെ ക്യാപിറ്റലിസ്റ്റ് ഉണ്ടാവും. ആരാണോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ, ആ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായി വർക്ക് ചെയ്യുന്ന വർക്കിംഗ് ക്ലാസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ ഒരു ഫീച്ചറും കൂടിയാണ്. അപ്പൊ അത്തരത്തിൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആണെങ്കിൽ, ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ആണെങ്കിൽ അവിടെ ക്യാപിറ്റലിസ്റ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ വർക്കിംഗ് ക്ലാസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ഇസ് ഇറ്റ് ഡിഫറെന്റ് ഫ്രം കാസ്റ്റ് ഇൻ ഇന്ത്യ. ഹൗ ഇസ് ക്ലാസ് ഡിഫറെന്റ് ഫ്രം കാസ്റ്റ് ഇൻ ഇന്ത്യ. അപ്പൊ നോക്കാം എന്തൊക്കെയാണ് ഡിഫറൻസുകൾ വരുന്നത്, അല്ലെങ്കിൽ ക്ലാസ് എങ്ങനെയാണ് കാസ്റ്റിൽ നിന്നും വ്യത്യസ്തനാവുന്നത്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ കാസ്റ്റ് ആൻഡ് ക്ലാസ് എന്നുള്ളതാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻ ഇന്ത്യൻ സൊസൈറ്റി കാസ്റ്റ് ആൻഡ് ക്ലാസ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ അല്ലെ. ഇപ്പൊ നമ്മൾ ഇന്ത്യൻ സൊസൈറ്റിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് കാസ്റ്റും അതുപോലെ തന്നെ ക്ലാസും ക്ലോസ്ലി ഇന്റർ റിലേറ്റഡ് ആണ് അല്ലെ. നമുക്ക് കാണാൻ പറ്റും നേരത്തെ ഇന്ത്യൻ സൊസൈറ്റിയെ ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് കാസ്റ്റ് സിസ്റ്റം അല്ലെ. അപ്പം ഈ ഒരു വെൽത്ത് ആവട്ടെ, എഡ്യൂക്കേഷൻ ആവട്ടെ, പ്രൊഫഷൻ ആവട്ടെ അല്ലെ, ഹയർ പൊസിഷൻ എല്ലാം തന്നെ ഓക്യുപ്പൈഡ് ബൈ കാസ്റ്റ് പീപ്പിൾ അല്ലെ. ഔട്ട് കാസ്റ്റിന് കാസ്റ്റ് ലാഡറിൽ പുറത്തായിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒരു പ്രൊഫഷനോ അതുപോലെ തന്നെ ഒരു അല്ലെ ബെറ്റർ ജോബ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അല്ലെ. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യയിൽ ഈ ഒരു കാസ്റ്റും ക്ലാസും പലപ്പോഴും കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ വെൽത്ത് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അല്ലെ. അപ്പൊ ആ ഒരു ക്ലാസ് തീരുമാനിക്കുന്നത് എന്തായി മാറിയിട്ടുണ്ട്, കാസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പം കാസ്റ്റും ക്ലാസ് സിസ്റ്റവും ഇന്ത്യയിൽ ഇന്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, Yogendra Singh mentions that in India, class is often subsumed or absorbed by caste. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്കോർഡിംഗ് ടു യോഗേന്ദ്ര സിംഗ് സോഷ്യോളജിസ്റ്റ് ആണ്, അദ്ദേഹം പറയുന്നത് പിന്നെ കാസ്റ്റ് സിസ്റ്റം അല്ലെ, ക്ലാസ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ ക്ലാസ്സിനെ അബ്സോർബ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പം അവിടെ കാസ്റ്റിന് പലപ്പോഴും ഡോമിനന്റ് റോള് വരുന്നു. ക്ലാസ്സിനെ അല്ലെ, സമൂഹത്തിൽ ഒരാളുടെ പൊസിഷനെ തീരുമാനിക്കുന്നത്, ക്ലാസ്സിനെ തീരുമാനിക്കുന്നത് പലപ്പോഴും കാസ്റ്റ് ആണെന്നാണ് ഇദ്ദേഹത്തിന്റെ സ്റ്റഡീസ് പറയുന്നത്. ഓക്കെ, ഇൻ ദ ട്രഡീഷണൽ സിസ്റ്റം there was greater harmony between caste and class അല്ലെ. അപ്പൊ നമ്മൾ ട്രഡീഷണൽ ഇന്ത്യ അല്ലെ, ഇന്ത്യയിൽ നമ്മൾ ട്രഡീഷൻ എടുത്തു കഴിഞ്ഞാൽ, പഴയ ഇന്ത്യൻ ഹിസ്റ്ററി എടുത്താൽ നമുക്ക് കാണാൻ പറ്റും there is a ഹാർമണി അല്ലെ, കണക്റ്റഡ് ആണ്. ഇത് ഒരുമിച്ച് പോകുന്ന ഒരു സിസ്റ്റമാണ്, കാസ്റ്റും ക്ലാസും കൂടെ ഒരുമിച്ച് പോകുന്ന സിസ്റ്റം ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് അല്ലെ. ബട്ട് ദി ക്ലാസ് സിസ്റ്റം ഹാസ് ഗ്രാജുവലി ബീൻ സെപ്പറേറ്റഡ് ഇറ്റ്സെൽഫ് ഫ്രം ദി കാസ്റ്റ് സ്ട്രക്ചർ അല്ലെ. പിന്നീട് നമ്മൾ കണ്ടു ആളുകൾ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയി, ഡെവലപ്മെന്റുകൾ വന്നു അല്ലെ, ടെക്നോളജി കൂടുതൽ ഡെവലപ്ഡ് ആയി. അപ്പൊ ഇതോട് കൂടിയിട്ട് പതുക്കെ പതുക്കെ ക്ലാസും കാസ്റ്റും എന്ത് ചെയ്യാൻ തുടങ്ങി, സെപ്പറേറ്റ് ചെയ്യപ്പെടാൻ തുടങ്ങി. അപ്പൊ ലോവർ കാസ്റ്റ് ആയിട്ടുള്ള ആളുകളും ഔട്ട് കാസ്റ്റ് ആയിട്ടുള്ള ആളുകളും ബെറ്റർ പ്രൊഫഷൻ ഏൺ ചെയ്യാൻ തുടങ്ങി, കൂടുതൽ ഇൻകം ഏൺ ചെയ്യാൻ തുടങ്ങി അല്ലെ, അവര് വെൽത്ത് കൂടുതൽ സമ്പാദിക്കാൻ തുടങ്ങി. അതോട് കൂടിയിട്ട് അവരുടെ സൊസൈറ്റിയിൽ അവരുടെ പൊസിഷനും സ്ഥാനങ്ങളും എന്ത് ചെയ്യാൻ തുടങ്ങി, കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ഇതോട് കൂടിയിട്ട് ആ ഒരു ക്ലാസും കാസ്റ്റും തമ്മിലൊരു ഹാർമണി, ആ ഒരു കണക്ഷൻ എന്താവാണ്, ബ്രേക്ക് ആയി. ഓക്കെ, ബ്രോക്കൺ ആയി. ഓക്കെ,
ദെൻ നോക്കാം നമുക്ക് എന്തൊക്കെ ഡിഫറൻസുകളാണെന്നുള്ളത് നമുക്ക് 1 by 1 ആയിട്ട് കുറച്ചും കൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആവാൻ നോക്കാം. നമുക്ക് എന്തൊക്കെയാണ് കാസ്റ്റ്, എങ്ങനെയാണ് ക്ലാസ്സിൽ നിന്നും അല്ലെങ്കിൽ ക്ലാസ് എങ്ങനെയാണ് കാസ്റ്റിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ആയിരിക്കുന്നത് നോക്കാം നമുക്ക്. ഫസ്റ്റ്, കാസ്റ്റ് ഈസ് എ ഹെറിഡിറ്ററി ഗ്രൂപ്പ് അല്ലെ. നമുക്കറിയാൻ പറ്റും ഈ കാസ്റ്റ് എന്ന് പറയുന്നത് ഹെറിഡിറ്ററി ആണ് അല്ലെ. നമ്മൾ പാരമ്പര്യമായിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ് അല്ലെ. നമ്മൾ ബർത്തിലൂടെ നമ്മുടെ ഫോർ ഫാദേഴ്സിൽ നിന്ന് ഹെറിഡിറ്ററി ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത് എ സോഷ്യൽ ക്ലാസ് ഈസ് എ കാറ്റഗറി ഓഫ് പീപ്പിൾ ഹു ഷെയർ സിമിലർ സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് സോഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. ഇത് എങ്ങനെയാണ് ഗ്രൂപ്പിംഗ് നടക്കുന്നത്? ഹു ഷെയർ എ സിമിലർ സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസ്. ഒരു സോഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ സിമിലർ ആയിട്ട് സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസ് ഉള്ള ആളുകളെയാണ് നമ്മൾ സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത്. എന്നാൽ കാസ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു ഹെറിഡിറ്ററി ഗ്രൂപ്പാണ് അല്ലെ. ട്രഡീഷണലി പാരമ്പര്യമായിട്ട് ഇങ്ങനെ ഹാൻഡ് ഓവർ ചെയ്ത് വരുന്ന ബർത്ത് കൊണ്ട് ഹാൻഡ് ഓവർ ചെയ്ത് വരുന്ന ഒരു ഗ്രൂപ്പാണ്. എന്നാൽ ഈ സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിൽ സിമിലർ ആയിട്ടുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പിനെയാണ് സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത്. എന്നാൽ നോ വൺ ക്യാൻ ജോയിൻ എനി അതർ കാസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ ബർത്ത് അല്ലെ. ഇപ്പോൾ ഒരാൾക്കും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഞാനിപ്പോൾ ഒരു കാസ്റ്റിലാണ് ജനിച്ചതെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐ കനോട്ട് ജോയിൻ ഇൻ എനി അതർ കാസ്റ്റ് അല്ലെ. അപ്പോൾ ബർത്ത് കൊണ്ട് നമ്മൾ ഏത് കാസ്റ്റ് ആണോ ആ കാസ്റ്റ് തന്നെ ആയിരിക്കും ഇവിടെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും നമുക്ക് കാസ്റ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. എനി വൺ ക്യാൻ ജോയിൻ എനി സോഷ്യൽ ക്ലാസ് ഇഫ് ക്രോസ് ദി ക്രൈറ്റീരിയ അല്ലെ. അപ്പം എന്നാൽ നമുക്ക് കാണാൻ പറ്റും സോഷ്യൽ ക്ലാസ് എന്ത് ചെയ്യാൻ പറ്റും, മാറാൻ നമുക്ക് അല്ലെ. നമ്മൾ കൂടുതൽ വെൽത്ത് ഏൺ ചെയ്യുക അല്ലെ, നമ്മൾ പുതിയ പ്രൊഫഷനിലേക്ക് നമ്മൾ മാറുക. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ആ ഒരു സോഷ്യൽ ക്ലാസും സോഷ്യൽ സ്റ്റേറ്റസും എന്ത് ചെയ്യും, നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇറ്റ് കനോട്ട് ചേഞ്ച് ഓവർ പീരീഡ് ഓഫ് ടൈം. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഒരിക്കലും തന്നെ കാസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ എഫേർട്ട് കൊണ്ടോ ഡിസയേഴ്സ് കൊണ്ടോ ആഗ്രഹങ്ങൾ കൊണ്ടോ ഒരിക്കലും തന്നെ മാറാൻ സാധിക്കില്ല. എന്നാലോ ബൈ ഏർണിംഗ് മോർ വെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് ബെറ്റർ പ്രൊഫഷൻ വി ക്യാൻ ഇംപ്രൂവ് ഓർ ചേഞ്ച് സോഷ്യൽ ക്ലാസ്. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആവുക, അതുപോലെ തന്നെ കൂടുതൽ വെൽത്ത് ഏൺ ചെയ്യുക, ബെറ്റർ പ്രൊഫഷൻ നമ്മൾ ഏൺ ചെയ്യുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ വി ക്യാൻ ഇംപ്രൂവ് അല്ലെങ്കിൽ ക്യാൻ ചേഞ്ച് ആ സോഷ്യൽ ക്ലാസ്. അപ്പം ഇത്രയാണ് ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് സോഷ്യൽ ക്ലാസ്, ഹൗ ഈസ് ഇറ്റ് ഡിഫറെന്റ് ഫ്രം കാസ്റ്റ് ഇൻ ഇന്ത്യ. അപ്പം ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് കാസ്റ്റ് സിസ്റ്റവും അതുപോലെ തന്നെ ക്ലാസ്സും ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലുള്ള കണക്ഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ വാട്ട് ആർ ദ ഡിഫറൻസസ്. അപ്പം ഇത്രയാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിട്ടുള്ളത്. എനിവേ നൗ ലെറ്റ് us stop here. Have a nice day.